ഒരാൺ അവന്റെ പെണ്ണിനെ വിളിച്ചു ഇംറഅതുഹു ഇലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിലേക്ക് ആ പെണ്ണിനെ അവൻ ക്ഷണിച്ചു. അവളത് വേണ്ട നിരാകരിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ രാത്രി അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ലൈംഗികതയെ കുറിച്ച് തന്നെയാണ്. ക്ഷണിച്ചിട്ടും വരാത്തൊരു ഭാര്യ തീർച്ചയായും ഭർത്താവ് അവളോട് കോപിച്ചു എങ്കിൽ നേരം പുലരുന്നതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും. ഈ ഹദീസിന്റെ നിർവചനത്തിലും ചിലർക്ക് സംശയമുണ്ട്. എങ്ങനെ ഏത് സമയത്ത് പിയാപ്ര വിളിച്ചാലും എല്ലോ ഒഴിവാക്കി ചെല്ലണം എന്നാണോ? അതല്ലെങ്കിൽ എന്ത് വൃത്തികേട് ചെയ്തിട്ടും ഓന്റെ കൂടെ തന്നെ കിടക്കണം എന്നാണോ? അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥിരം സ്വന്തം സുഖം മാത്രം നോക്കിയോടുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ ക്ഷീണം ഓൻ പരിഗണിച്ചിട്ടില്ല. ഒരു നല്ല വാക്ക് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല. അവളെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സന്തോഷിപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് എന്താ? നിങ്ങൾ ഭാര്യയെ സമീപിക്കുമ്പോൾ ആദ്യം ദൂതന്മാരെ അയക്കണം. സാബത്ത് വെച്ച് നബിയെ ദൂതരാര? ചുംബനങ്ങൾ, മനസ്സിന് ഇഷ്ടമുണ്ടാക്കുന്ന വർത്താനങ്ങൾ, അവളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടെന്നുള്ള പ്രയോറിറ്റി, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പരസ്പരം ഷെയർ ചെയ്യൽ, ഇതൊന്നുമില്ലാതെ ഒരു മൃഗത്തെ പോലെ കാടിച്ചെന്ന് രാത്രി എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റിയല്ല. ഭാര്യയുടെ മനസ്സറിഞ്ഞ് അവളെ ക്ഷീണമറിഞ്ഞ് അവൾക്കുള്ള ബഹുമാനവും ആദരവും കൊടുത്ത് സമീപിക്കുന്ന ഭർത്താക്കന്മാരാകണം. മറ്റൊരു രീതിയിൽ ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി വൃത്തിയില്ലാതെ കയറി ചെല്ലുന്ന ഭർത്താക്കന്മാരുണ്ട്. ശരീരത്തിലും ജീവിതത്തിലും സിഗരറ്റ് വലിച്ചിട്ടും വായ്ഗന്ധം കൊണ്ടും അതിനേക്കാൾ അപ്പുറം കുടിച്ചും തന്റെ പെണ്ണിനെ സമീപിക്കുന്ന ആളുകൾ, വേദനിപ്പിച്ച് ആസ്വദിക്കുന്നവർ, ആനന്ദം കാണുന്നവർ, അങ്ങനത്തെ പിയാപ്രാർ എപ്പം വിളിച്ചാലും ശരി പെണ്ണുങ്ങൾ പോയിക്കൊള്ളണം എന്നീ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കരുത്.